വികസിത കേരളം കാണാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ തിരുവനന്തപുരത്ത് നേമം മണ്ഡലത്തിലാണ്. നേമം മണ്ഡലത്തിൽ അദ്ദേഹം നടത്തുന്ന റോഡ് ഷോ ആരംഭിക്കുന്നത് കിള്ളിപ്പാലത്ത് നിന്നാണ്. തിരുവനന്തപുരം നഗരത്തിലെ കിള്ളിപ്പാലത്ത് നിന്ന് ആദ്യം പ്രഖ്യാപിച്ചത് പ്രാവച്ചമ്പലം വരെ അദ്ദേഹം റോഡ് ഷോ നടത്തും എന്നാണ്. എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് കരമന വരെ മാത്രമേ അദ്ദേഹം റോഡ് ഷോ നടത്തുന്നുള്ളൂ എന്നാണ്. കിള്ളിപ്പാലം മുതൽ കരമന വരെ ആണ് എങ്കിലും ഈ പ്രദേശത്ത് കിള്ളിപ്പാലം മുതൽ പ്രാവച്ചമ്പലം വരെ LDF സർക്കാരിന് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ചുരുക്കി പറഞ്ഞാൽ ഏകദേശം കോടിയോളം രൂപ ഈ റോഡ് ഷോയ്ക്ക് ഇരുവശത്തും മാത്രം വിവിധ സ്ഥാപനങ്ങളിൽ സംസ്ഥാന സർക്കാർ പദ്ധതികളിലൂടെ നടപ്പാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ചാല ഗവൺമെൻറ് ഹൈസ്കൂളാണ്. 4,80,00,000 രൂപയ്ക്കാണ് ചാല ഗവൺമെൻറ് ഹൈസ്കൂളിൽ പുതിയ കെട്ടിടം പണിയുകയും ക്ലാസ് റൂമുകൾ ഹൈടെക് ആക്കുകയും ചെയ്തത്. ഇതിന് തൊട്ടടുത്ത് SSKയുടെ സ്റ്റേറ്റ് ഓഫീസ് ചെലവഴിച്ചത് 12 കോടി രൂപയാണ്. അതിന് തൊട്ടടുത്ത് ഗവൺമെൻറ് ചാല ITക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 5 വർഷത്തിനിടെ ചെലവഴിച്ചത് 18 കോടി രൂപയാണ്. 18 കോടി രൂപ. അതുമാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ പ്രദേശത്തിൻ്റെ ചുറ്റുവട്ടത്തും ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസാണ്. ചെലവഴിച്ചത് 11 കോടി രൂപയാണ്. സ്കൂൾ കേരള സംസ്ഥാന മന്ദിരത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് 11 കോടി രൂപയാണ്. ഇത്തരം വികസന പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ഒരുപാട് വളരെയധികം നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് കരമന മുതൽ പ്രാവച്ചമ്പലം വരെയുള്ള റോഡുകളുടെ മീഡിയന് വേണ്ടി കിഫ്ബിയിൽ നിന്ന് ചെലവഴിച്ചത് 5 കോടി രൂപ. 5 കോടി രൂപ ചെലവഴിച്ച് ഈ റോഡുകൾ മോടികൂട്ടിയതും ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ്. ഈ വികസിത കേരളം കാണുവാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. യാതൊരു ആശങ്കയുമില്ലാതെ നല്ല കേരളം, വികസിത കേരളം കണ്ട് അദ്ദേഹം തിരിച്ചു പോകട്ടെ എന്ന് അദ്ദേഹത്തിന് ആശംസിക്കുകയും ചെയ്യാം. അതുമാത്രമല്ല, ഈ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് എണ്ണി പറയാൻ കഴിയും. കരമന HSLPSൻ്റെ വർണ്ണക്കൂടാരം പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചത് 10 ലക്ഷം രൂപ. കരമന ഗേൾസ് ഹൈസ്കൂൾ, ഗവൺമെൻറ് കരമന ഗേൾസ് ഹൈസ്കൂളിന് വേണ്ടി ചെലവഴിച്ചത് 1,30,00,000 രൂപ. ഗവൺമെൻറ് കരമന ബോയ്സ് ഹൈസ്കൂളിന് വേണ്ടി ചെലവഴിച്ചത് 5 കോടി രൂപ. കരിയർ ഡെവലപ്മെൻറ്റ് സെൻറ്റർ 6 കോടി രൂപ. ആഴാങ്കൽ നടപ്പാതയ്ക്ക് വേണ്ടി 16 കോടി രൂപയാണ് നടപ്പാതയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിച്ച് മോടികൂട്ടി വികസിപ്പിച്ചത്. 16 കോടി രൂപ ചെലവഴിച്ചാണ്. ഗവൺമെൻറ് വനിതാ പോളിടെക്നിക്കിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് 12 കോടി രൂപയാണ്. വിശ്വംഭരൻ റോഡ് എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന പ്രധാന റോഡിൽ നിന്ന് ആരംഭിക്കുന്ന വിശ്വംഭരൻ റോഡിൻ്റെ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് 13 കോടി രൂപയാണ്. 13 കോടി രൂപ. പാപ്പനംകോട് ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രത്തിന് വേണ്ടി 70 ലക്ഷം രൂപ. ഇതേ റോഡിൽ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന റോഡ് ഷോ നടത്തുന്ന ഇതേ റോഡിൽ കാൽപ്പാളയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് 8 കോടി രൂപയാണ്. പാപ്പനംകോട് ഹൈസ്കൂളിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് 3,40,00,000 രൂപയാണ്. തൊട്ടടുത്ത പാപ്പനംകോട് HSLPSന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് 2 കോടി രൂപയാണ്. അങ്ങനെ എണ്ണി പറയാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിൽ ഈ പ്രദേശത്തിന് ചുറ്റുവട്ടത്ത് സംസ്ഥാന സർക്കാരിൻ്റെയും വി ശിവൻകുട്ടി MLAയുടെയും അദ്ദേഹം മന്ത്രി കൂടിയാണ് ഇടപെടലിലൂടെ നടന്നിട്ടുണ്ട്. ആ വികസിത കേരളം കാണുവാനാണ്, അത് കാണുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുവാനാണ് പ്രധാനമന്ത്രി വരുന്നത് എന്നത് ആശ്വാസകരം തന്നെയാണ്. കേരളം ഇന്ത്യക്ക് എങ്ങനെ മാതൃകയായി എന്ന് വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കേരളത്തിൽ ഉണ്ടായത് എന്ന് അദ്ദേഹം നേരിട്ട് കാണുകയും അത് അദ്ദേഹം ഇന്ത്യയിലുടനീളം പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. കേരള മാതൃക ഉയർത്തിക്കാട്ടേണ്ടതാണ്. പക്ഷേ വെറും രാഷ്ട്രീയം മാത്രം മനസ്സിൽ കണ്ട് അതിന് തയ്യാറാകാതെ കേരളത്തെ എങ്ങനെ വരിഞ്ഞു മുറുക്കാം, കേരളത്തെ എങ്ങനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാം എന്നതിൽ ഗവേഷണം നടത്തുന്ന പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണ് കേന്ദ്രം ഭരിക്കുന്നത്. അതിനെയെല്ലാം അതിജീവിച്ചാണ് കേരളം ഈ നേട്ടമൊക്കെ കൈവരിച്ചത് എന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ റോഡ് ഷോയെ നമുക്ക് സ്വാഗതം ചെയ്യാം. കേരളത്തിലേക്ക്, നേമം മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം കാണട്ടെ, കണ്ട് പഠിക്കട്ടെ, പഠിച്ച് തീരുമാനിക്കട്ടെ കേരളം എവിടെ നിൽക്കുന്നു എന്ന്.